പഴയ ശാരദയായിട്ട് എനിക്ക് തിരിച്ചു വരണം. ഗോപാലേട്ടാ, പോവാം നമുക്ക്. അച്ഛാ, ഇതാ. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ മക്കളെ. ഗോപാലേട്ടാ, ഞാൻ നമ്മുടെ വിഷ്ണു ആ നസീറിനെ പോലെ അവനും. മതി, നിർത്ത്. ഇങ്ങനെ പിച്ചും പേയും പറയണ്ട. അല്ല വിഷ്ണു, ഇനി നീ ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഇവിടുന്ന് പോകാം. എങ്ങോട്ട്? നിനക്കെന്നും ശാന്തിയും സമാധാനവും കിട്ടുന്നൊരിടത്തേക്ക്. മതി ഇവിടുത്തെ താമസവും പൂർത്തിയൊക്കെ. നിന്നെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. അവിടെ ആകുമ്പോൾ നിനക്ക് നല്ല ചികിത്സയും കിട്ടും. നിന്റെ മനസ്സ് നിറയെ പേടിയാ. അവിടുത്തെ ധ്യാനത്തിലും ഭജനയിലൊക്കെ പങ്കുകൊള്ളുമ്പോൾ ഈ പേടിയൊക്കെ അങ്ങ് മാറിക്കിട്ടും. മോളെ, അമ്മയുടെ കുറച്ച് ഡ്രസ്സ് ബാഗിലാക്കി കൊണ്ടുപോവാ. ഞാൻ എൻ്റെ കൂടെ അമ്മയെയും കൊണ്ടുപോവുക. അല്ലച്ചാ, അത് പറയുന്ന കേക്ക്. ചെല്. ഗോപാലേട്ടാ, ഗോപാലേട്ടാ, നമ്മുടെ വിഷ്ണു ഇല്ലേ? മതി, എനിക്ക് മനസ്സിലായി. ഇതാ ചേ. ഷമി, ഇതിപ്പോ എങ്ങോട്ടാന്ന് വെച്ചിട്ടാ നമ്മൾ ഇതൊക്കെ എടുത്തു കൊടുക്കുന്നേ? വേറെ ആരും അല്ലല്ലോ, അച്ഛനല്ലേ വിളിക്കുന്നേ. അല്ലേലും അമ്മ ഇവിടെ നിൽക്കുന്നതിലും ഭേദം അച്ഛൻ്റെ കൂടെ പോകുന്ന തന്നെയാ. എടി, ശാലിനി ഒന്ന് വിളിച്ച് പറയണ്ടേ? കുഞ്ഞേച്ചി അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? അച്ഛൻ തീരുമാനിച്ചല്ലേ. ദാ ഇതൂടെ. വലിയജി. ശാരദേ, നിന്റെ ഇപ്പോഴത്തെ ജീവിതം എനിക്ക് അവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റിയത് നീ വിളിക്കുന്ന ഈശ്വരന്മാരുടെ കഴിവ് തന്നെ. നിന്നെ ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് സർവേശ്വരൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ എല്ലാ അസുഖങ്ങളും ഭേദമാകും. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം ഇത് നിന്റെ വീടാ. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്. ഇതിന് അവകാശം നീ മാത്ര. പോവാം, നമുക്ക് പോവാം ഗോപാലേട്ടാ. പഴയ ശാരദയായിട്ട് എനിക്ക് തിരിച്ചു വരണം. ഗോപാലേട്ടാ, പോവാം നമുക്ക്. അച്ഛാ, ഇതാ. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ മക്കളെ. മക്കളെ, എന്റെ കുറവറിയിക്കാതെ നമ്മുടെ കട നോക്കണേ. നല്ല ഭക്ഷണം കൊടുത്താൽ മതി. നിങ്ങൾക്ക് കഴിയാനുള്ളത് നമ്മുടെ കട നമുക്ക് തരും. മക്കളെ, പിന്നെ ഈ പൂജാമുറിയില് ദിവസവും വിളക്ക് കത്തിക്കണം, മറക്കല്ലേ. അതൊക്കെ അവര് നോക്കിക്കോളും. നമുക്കിനി വൈകിക്കണ്ട. വാ വാ ശാരദ, വാ. മക്കളെ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി നീ വേണം ഇവളെ നോക്കാൻ. നിറവയറാ, മറക്കണ്ട. രോഹിത്തിനോട് എന്നും ഇവിടെ കാണണമെന്ന് പറയണേ. ശാലിനി, അവള് പിന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അവരെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. പിന്നെ നമ്മൾ അത്ര ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത്. വാ ശാരദേ. അച്ഛാ, എങ്ങോട്ടാന്നൊന്ന് പറഞ്ഞിട്ട് പോവച്ചാ. പറയാം, പക്ഷേ സമയമായിട്ടില്ല. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളുടെ ശ്രദ്ധ എപ്പോഴും നിങ്ങളിലുണ്ടാവും.
വാ ശാരദേ, വാ. വാ കേറ്. അമ്മയെ അച്ഛൻ വന്ന് കൊണ്ടുപോയ കാര്യം ശാലിനിയെ വിളിച്ചു പറയണം. എന്തിന്? അച്ഛൻ പറഞ്ഞതാ ശരി. അമ്മയ്ക്കിപ്പോ ആവശ്യം മനസമാധാനാ, ഒപ്പം മനസ്സിനുള്ള ചികിത്സയും. അച്ഛനൊപ്പം ആശ്രമത്തിലാവുമ്പോ അമ്മയ്ക്ക് അത് രണ്ടും കിട്ടും. കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്തോ കാര്യമായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. കേട്ട് നോക്കണോ? ഒളിച്ചു നിന്ന് കേൾക്കുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേക്കാം. വല്ല കച്ചി തുരുമ്പും കിട്ടിയാലോ. ഇവളെന്താ വീണ്ടും ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പോവാണോ? അതിനെ അരുവിക്കര വരെ പോകുന്നത് എന്തിനാ? അരുവിക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. അതാ ഞാൻ ചേട്ടന്റെ നമ്പറിലേക്ക് വിളിച്ചത്. അതിനെന്താ, ഞാൻ എപ്പോഴും റേഞ്ചിലാ. എന്താ കാര്യം? പ്യൂൺ ദിനകരൻ ചേട്ടന്റെ നമ്പരല്ലേ? അതെ, ദിനകരൻ തന്നെയാണ് സംസാരിക്കുന്നത്. ആ ചേട്ടാ, കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ കസിൻ ബ്രദറിന്റെ ഒരു രജിസ്റ്റർ മാരേജ് പറഞ്ഞിരുന്നു. അതൊരു 11 മണിയാവുമ്പോ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നാ മതി. ചെക്കനും പെണ്ണും കൂടെ ഉണ്ടാവില്ലേ? അവരില്ലാതെ കല്യാണം നടക്കില്ലല്ലോ. അതല്ല കൊച്ചെ, ഇങ്ങനെ വരുന്ന കല്യാണങ്ങളൊക്കെ ഒന്നുകിൽ ചെക്കന്റെ ആൾക്കാർ വന്ന് ചെക്കനെ പിടിച്ചോണ്ട് പോവും, അല്ലെങ്കിൽ പെണ്ണിന്റെ ആൾക്കാർ വന്ന് പെണ്ണിനെ പിടിച്ചോണ്ട് പോവും. ഒടുവിൽ നടത്താനായി വന്ന ആൾക്കാർ മാത്രം ബാക്കിയാവും. അതാ ഈ പറഞ്ഞ സമയത്ത് തന്നെ ഇവരൊക്കെ വരുമോന്ന് ഞാൻ തിരക്കിയത്. അതൊക്കെ ഞങ്ങൾ എത്തിച്ചോളാം. അപ്പൊ പറഞ്ഞതുപോലെ 11 മണിക്ക്. ആ ഓക്കെ. ഓക്കെ.